ഹലോ ഗൈസ്, ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗൂഗിളിനെ കുറിച്ചാണ്. ഗൂഗിള് ഇപ്പൊ എംപ്ലോയീസിനോട് 60 മണിക്കൂർ പണിയെടുക്കാനാണ് പറയുന്നത്. 60 മണിക്കൂർ എന്തിന്? AGIക്ക് വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കണം, AGIയുടെ ഡെഫിനേഷൻ ആർക്കും അറിയില്ല. മീൻസ് ആർക്കും അറിയില്ല, അത് വേറെ കാര്യം. AGI എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, പിന്നെ നമ്മൾ അതിന് ഡെഫിനേഷൻ കൊടുക്കണ്ടേ? അതും ആരും അംഗീകരിക്കണമെന്നില്ല ഒരു ഡെഫിനേഷൻ. ചിലർ പറയുന്നത് പ്രോബ്ലം സോൾവിംഗ് ആണ് AGI എന്ന് പറഞ്ഞത്. മീൻസ് കൊടുക്കുന്ന പ്രോബ്ലം സോൾവ് ചെയ്യണം, അതാണ് AGI. അതും എങ്ങനെ സോൾവ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഫോളോ ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. പണ്ടത്തെ അൽഗോരിതമിക് ആയിട്ടുള്ള രീതിയിലുള്ള സൊല്യൂഷൻസ്. മനസ്സിലായത്? മീൻസ് അവരുടെ കൺവെൻഷൻ, മീൻസ് ഒരു കൺവെൻഷനിൽ ഒതുങ്ങിയ ഉത്തരങ്ങൾ. സോഷ്യൽ ഫ്രെയിംവർക്കിൽ മീൻസ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണത് ഒരു കൺവെൻഷനിലുള്ള ഒതുങ്ങിയതാണ് ബേസിക്കലി. അതും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറിൽ സോൾവ് ചെയ്യണം എന്നൊക്കെ. ഇപ്പൊ നമ്മൾ എക്സാമിനൊക്കെ പോകുന്ന പോലെ എല്ലാവരും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറിൽ മീൻസ് എങ്ങനെ എത്തിയെന്ന് അറിയണം ആ പ്രോബ്ലത്തിലല്ല സൊല്യൂഷനിൽ. അപ്പൊ ഒരു കൺവെൻഷൻ ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത് ആൾക്കാർ. അത് ഇന്റലിജൻസിന്റെ ഡെഫിനിഷനാണ്. പിന്നെ ചിലവർ പറയുന്നത് ഹ്യൂമൻ ഇന്റലിജൻസിനെ മിമിക് ചെയ്യണം, കോഗ്നിറ്റീവ് കപ്പാസിറ്റീസിനെ മിമിക് ചെയ്യണം. നമുക്ക് ഒരു കാര്യമുണ്ട്, നമുക്കറിയില്ല ഹ്യൂമൻ ഇന്റലിജൻസിന്റെ അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ കോംപ്ലക്സിറ്റീസ് കോഗ്നീഷന്റെ എപ്പോഴാണ് ഗുണം വരാമെന്ന് നമുക്കറിയില്ല. ഒരു കോഗ്നീഷൻ പല കോണ്ടെക്സ്റ്റിൽ പല രീതിയിലും വർക്ക് ചെയ്യാം. പൊട്ടൻഷ്യലി നമ്മൾ ചിന്തിക്കാത്ത രീതിയിലൊക്കെ ആയിരിക്കും നമുക്ക് ഉപകാരപ്രദമാവുക. മീൻസ് പ്രോബ്ലം സോൾവ് ചെയ്യാം നമ്മുടെ കോഗ്നീഷൻ കൊണ്ട്. മനസ്സിലായോ? പക്ഷെ നമുക്കറിയില്ല. പക്ഷെ എല്ലാവർക്കും ഇപ്പോൾ അതിന് ഉറപ്പാണ്. ഉറപ്പില്ലാത്ത എന്താണ് ഉള്ളത്? പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു ഇന്റലിജൻസ് എന്ന് പറഞ്ഞ ഡെഫിനേഷൻ ഒരു കൺഫൈൻസിൽ കൊണ്ടുവരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം സോൾവിംഗ് ആണ് ഇന്റലിജൻസ്. പിന്നെ നമ്മളത് വിശ്വസിക്കണം പ്രോബ്ലം സോൾവിംഗ്. അവിടെ അവസാനിക്കും പഠനം ബേസിക്കലി. ലേണിംഗ് ആൻഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നോളേജ് ആബ്സല്യൂട്ട് ആണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ബേസിക്കലി. പക്ഷെ നോളേജ് ആബ്സല്യൂട്ട് അല്ല, അത് ഫസ്റ്റ് മനസ്സിലാക്കുക. നോളേജ് ഒരു പ്രോസസ്സാണ് ബേസിക്കലി. വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് മാത്രമേ ഉള്ളൂ നിലനിൽക്കുള്ളൂ ബേസിക്കലി. നോളേജ് നമ്മള് ഇതാണ് നോളേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെട്ടിയിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു. ഇന്റലിജൻസിന്റെ ഡെഫിനേഷൻ ഇതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ആ ഇമേജിനോട് ചോദ്യം ചോദിക്കണില്ല, ഇമേജിന് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യില്ല. ആ വെരി നേച്ചർ ഓഫ് ദ ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനേഷൻ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യില്ല, അതോടെ തീർന്നു എന്നാ പറയുള്ളൂ. ആ വിശ്വാസത്തെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾക്ക് ഒരിക്കലും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല ഇന്റലിജൻസിനെ ക്ലിയർലി. ഓരോരുത്തരുടെ വിശ്വാസമാണ് ആ ഒരു ഇന്റലിജൻസ് എന്താണ് ബേസിക്കലി. മീൻസ് ഒരു വാക്ക് ഇന്റലിജൻസ് എന്താണ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം സോൾവിംഗ് ആണെന്ന് ആ ഒരു വിശ്വാസം, അത്രേ ഉള്ളൂ. വേറെ ആൾക്കാരൊന്നും പറഞ്ഞു തന്നിട്ടില്ലല്ലോ. മീൻസ് വേറെ ആൾക്കാർ പറഞ്ഞാലും ഇതാണ് ഇന്റലിജൻസ്, അവരുടെ വ്യക്തിപരമായ പേഴ്സണൽ എക്സ്പീരിയൻസ് നിന്ന് ഇതാണ് ഇന്റലിജൻസ് എന്ന് അവർ പറഞ്ഞാലും നമ്മൾ ഉൾക്കൊള്ളുന്നത്. മനസ്സിലായി? ഉൾക്കൊള്ളാത്തവര് ഉൾക്കൊള്ളില്ല, അവരുടെ വ്യക്തിപരമായ ഇഷ്ടം. മനസ്സിലായി? ഓരോരുത്തർക്കും അവരവരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളുണ്ട്. പക്ഷെ നമ്മൾ കാര്യം മനസ്സിലാക്കണം, ഇങ്ങനത്തെ കൺഫൈൻസിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പല കാര്യങ്ങളും കാണാൻ പറ്റില്ല. നമ്മൾ ഈ റിജിഡ് ആയിട്ടുള്ള ഒരു ബോഡിയിൽ ഇന്റലിജൻസിന്റെ ഡെഫിനേഷൻസിൽ നമ്മൾ വീടും. മനസ്സിലായി? നമ്മൾ ആൾട്ടർനേറ്റീവ് പെർസ്പെക്റ്റീവ് നോക്കില്ല ഇന്റലിജൻസ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു ഉദാഹരണം, ഈ പറയണ ഒരു ഡൂഡ് ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗൂഗിളിന്റെ വൈസ് പ്രസിഡന്റ്, ഗൂഗിളിന്റെ ഏതൊരു ഡൂഡ്, ആള് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ പ്രോബ്ലം സോൾവിംഗ് ആണ്. ഒരു സ്ട്രക്ചറൽ ഫോർമാറ്റിൽ കാണിക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ കാണിക്കണം, എങ്ങനെ അവിടെ എത്തിയെന്ന് കാണിക്കണം സൊല്യൂഷൻ. ഓക്കെ, കൂൾ. പക്ഷെ അയാളുടെ പ്രശ്നം എന്താണെന്ന് അറിയാം. അയാളുടെ പ്രശ്നമൊന്നുമില്ല, അയാൾക്ക് അത് നൈസാണ്. പക്ഷെ അയാൾ കാണാണ്ട് പോകാത്ത കുറെ കാര്യങ്ങളുണ്ട്. അയാൾ പറഞ്ഞ മാത്തമാറ്റീഷ്യന്മാരൊക്കെ ലോജിക്കൽ സ്റ്റെപ്സുകൾ വെച്ചിട്ടാണ് ഉത്തരങ്ങളിലേക്ക് എത്താന്ന് തന്നെ പറയും. ആണോ? ഞാനൊരു കഥ പറഞ്ഞുതരാം. 19th സെഞ്ചുറിയിൽ ഒരു മാത്തമാറ്റീഷ്യൻ, എല്ലാവർക്കും അറിയാവുന്ന ഈ മാത്തമാറ്റീഷ്യനെ, മീൻസ് ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക്, ഒരു ക്രിപ്റ്റോഗ്രാഫി ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ മോഡേൺ ആൾജിബ്ര നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എലിമെന്ററി സ്കൂളിൽ ഇയാളെ കുറിച്ച്. അപ്പൊ ഈ മാത്തമാറ്റീഷ്യന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തൊരു മാത്തമാറ്റീഷ്യനാണ്. ആള് ഇൻഡ്യൂറ്റീവ് മോഡൽസ് ആണ് ഉപയോഗിക്കുക. വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വലിയ ലോജിക്കൽ ലീപ്സുകൾ വരുത്തും, എന്നിട്ട് അവസാനം ഉത്തരം കണ്ടെത്തും. അപ്പൊ അയാൾക്ക് ലോജിക്കൽ ലീപ്സുകൾ മേക്കുള്ളൂ, എന്നിട്ടാണ് ആള് ഉത്തരത്തിലേക്ക് എത്തുക. അപ്പൊ റിവ്യൂസ് നോക്കുമ്പോ അവർക്ക് മനസ്സിലാവില്ല ഇതെങ്ങനെയാണ് എത്തിയെന്ന ആള് ഉത്തരത്തിൽ. ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യും ആള്. മീൻസ് അയാൾ ഉത്തരത്തിലെത്തും. അപ്പൊ ഇവര് ചോദിച്ചു ഇയാൾക്ക് അറിയില്ല ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ. അപ്പൊ ഇയാള് പൊട്ടനായിരിക്കും. അല്ല, പൊട്ടനായിരുന്നല്ല, അയാൾക്ക് കാര്യമായിട്ട് അറിയില്ല, അയാൾക്ക് അതിന് എത്തിയെന്ന് അറിയില്ല. അപ്പൊ എനിക്ക് മാർക്കില്ല അയാൾക്ക്. മനസ്സിലായി? എനിക്കറിയില്ല എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്ത് തോന്നുന്നു. പക്ഷെ അയാള് എഴുതിയ മീൻസ് എൻട്രൻസ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. ഫ്രാൻസിൽ നടക്കുന്ന 2 എൻട്രൻസ് എക്സാം ഈക്വളി പോളിടെക്നിക്കിലാണ് അയാൾ എഴുതിയത്. അത് രണ്ടും തോറ്റോളൂ. എൻട്രൻസ് എക്സാം തോറ്റു. വളരെ വലിയ പരാജയമാണ് ജീവിതത്തിൽ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അയാളെ എൻട്രൻസിൽ തോറ്റു. വലിയ മാത്തമാറ്റീഷ്യൻ ഒന്നും ആയിരിക്കില്ലല്ലോ, അല്ലെങ്കിൽ ആണെങ്കിൽ മാത്സ് അല്ല. എന്നിട്ട് പറയുന്നു മാത്സ് അല്ല, കറക്റ്റ് ഉത്തരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും വിജയിക്കുന്നല്ല പറയാം. മീൻസ് ആൾ തോറ്റു 2 എൻട്രൻസ് എക്സാം. മനസ്സിലായി? പിന്നെ കൊടുന്താരിദ്ര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അവസാന കാലഘട്ടത്തിലൊക്കെ ഭയങ്കര ദാരിദ്ര്യമായിരുന്നു. കൊടുത്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആള് പൂറായിരുന്നു അവസാന കാലഘട്ടത്തിൽ. മീൻസ് ആള്
ആള് 20 വയസ്സൊക്കെ ജീവിച്ചിട്ടുള്ളൂ. 20, 18, 19 എത്തുമ്പോ ദാരിദ്ര്യം. പിന്നെ ആള് ഭയങ്കര റബലായിരുന്നു. റബൽ എന്ന് വെച്ചാൽ അയാൾ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് വല്ലാണ്ട് യോജിച്ചു പോരില്ല. മനസ്സിലായി? ആള് ജീവിച്ചിരുന്ന കാലഘട്ടം പൊളിറ്റിക്കൽ കോൺടാക്സുകൾ മനസ്സിലാക്കണം. ആളൊരു മൊണാർക്കിയുടെ അടിയിലായിരുന്നു ജീവിച്ചത്. മീൻസ് രാജാവ് അങ്ങനത്തെ കാലഘട്ടത്തിൽ, അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലായിരുന്നു ആള് ജീവിച്ചത് ബേസിക്കലി. അപ്പൊ അയാൾ ഇതിനെതിരായിരുന്നു, ഈ രാജാവിന്റെ എതിരെ, അന്നത്തെ ഈ മൊണാർക്കിന്റെ എതിരെ. അപ്പൊ ആളൊരു റവല്യൂഷണറി കൂടെ ആയിരുന്നു. റവല്യൂഷണറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റവല്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് യോജിച്ചു പോവില്ല ഇങ്ങനത്തെ പൊളിറ്റിക്സിലൊന്നും. മീൻസ് ഇത് ആ പൊളിറ്റിക്കൽ എൻവയൺമെന്റ് ആയിട്ട് ആള് യോജിച്ചു പോവില്ല. അക്കാഡമിക്സിനോട് ആള് യോജിച്ചു പോവില്ല. കാരണം അക്കാഡമിക്സ് ഭയങ്കര സ്ട്രക്ചറലായിരുന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന സമയത്ത് ഇന്ന ചെയ്യണം, അന്ന സമയത്ത് അങ്ങനെ ചെയ്യണം എന്ന് ആൾക്ക് ഇഷ്ടമല്ല. അതൊന്നും ആൾക്ക് താല്പര്യപ്പെട്ടില്ല. കാരണം ടീച്ചർമാരെ ആളെ വിചാരിക്കും ഒന്നിനും കൊള്ളാത്തവെന്നാണ് കരുതിയിരിക്കുന്നത്. സമൂഹം അങ്ങനെ തന്നെ കരുതിയിരിക്കുന്നത്, ഒന്നിനും കൊള്ളാത്തവൻ. അത്ര തന്നെ. ആള് പിന്നെ ഒരു മാത്തമാറ്റിക്സിന്റെ ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്തു അക്കാഡമി സയൻസിൽ ബേസിക്കലി. ആ സമയത്ത് സബ്മിറ്റ് ചെയ്തപ്പോ അവർ നിഷേധിച്ചു. മീൻസ് ഇതില് വലിയ ഒന്നും കാണില്ല, ഇൻകോംപ്രിഹെൻസിബിൾ എന്ന് പറഞ്ഞു. മനസ്സിലായി? അവർക്ക് മനസ്സിലായില്ല ഇതൊരു സാധനം. പിന്നീട് അവസാന കാലഘട്ടത്തേക്കാണ് കിടക്കുന്നത്. ആള് 20 വയസ്സും കൂടെ ആയി. 20 വയസ്സായപ്പോ ആള് മരിക്കുന്നതിന് തലേ ദിവസം, മീൻസ് ഒറ്റപ്പെടലും ദാരിദ്ര്യമൊക്കെ ഉണ്ട്, അങ്ങനെ മരിക്കുന്നതിന് തലേ ദിവസം ആള് ഒരു സ്ക്രിപ്റ്റില് ആളുടെ മാത്തമാറ്റിക്കൽ അറിവുകളൊക്കെ അതിൽ എഴുതി വെച്ചു. എന്നിട്ട് ആളുടെ കൂട്ടുകാരനോ അല്ലെങ്കിൽ അക്കാഡമി സയൻസിലേക്ക് ആള് അയച്ചു കൊടുത്തു. അപ്പൊ അവർക്ക് ഈ സാധനം കിട്ടി. പക്ഷെ അന്നൊന്നും ആളുടെ സാധനം നോക്കിയില്ല. മീൻസ് അവിടുത്തെ റിവ്യൂർ നോക്കിയില്ല. നോക്കിയിട്ട് അവർ മാറ്റി വെച്ചു. തുറന്ന് ഇയാൾ മരിച്ചതിന് 17 വർഷത്തിന് ശേഷം എന്താ പറ്റിയത്? 17 വർഷത്തിന് ശേഷം ഒരു മാത്തമാറ്റീഷ്യൻ വന്നിട്ട് ആളുടെ പേപ്പർ നോക്കിയപ്പോ ആള് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് മനുഷ്യരാശിയിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ, ഏറ്റവും വലിയ ബ്രേക്ക് ത്രൂ എന്നാണ് ആള് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു കാലഘട്ടത്തില് റബലാണ് ആള്, പക്ഷെ ഒരു കാലഘട്ടത്തില് ഭൂലോക പൊട്ടറിൽ നിന്നും മീൻസ് ഉത്തരങ്ങൾ കറക്റ്റായിട്ട് എത്തണില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം കൊണ്ട് ആളെ ഒഴിവാക്കി സമൂഹം. പക്ഷെ പോസ്റ്റ്മസിലി എന്ന് വെച്ചാൽ മരണത്തിന് ശേഷം ഫേമസ് ആയ ആൾക്കാരാണ് പോസ്റ്റ്മസ് എന്ന് പറയാം. ഇത് നമ്മുടെ ബില്യനേഴ്സിനൊന്നും അറിയില്ല ഈ വാക്കിന്റെ അർത്ഥം. കാരണം അവരെ സംബന്ധിച്ചിട്ട് അവരെ കാലാവധിയിൽ രക്ഷപ്പെടുന്ന ആളാണ് വലുതെന്നാണ് വിശ്വസിക്കുന്നത്. ബില്യനെയർ ആവാൻ ബുദ്ധിമാനാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഡൂഡ് പുതിയ ബ്രാഞ്ചാണ് ക്രിയേറ്റ് ചെയ്ത മാത്തമാറ്റിക്സ്. ഈ പറയുന്ന ബില്യനേഴ്സ് ഒന്നും ചെയ്തിട്ടില്ല. അവർ വല്ലവരുടെ സാധനമൊക്കെ എടുത്തിട്ട് ക്രെഡിറ്റ് ഒക്കെ എടുത്തിട്ട് കാശുകാരനാണ് ചെയ്യണം. ബേസിക്കലി വല്ലവരുടെ എടുത്തിട്ടുണ്ടെങ്കിൽ വലിയവനാണെന്നാണ് ഈ കാലഘട്ടത്തിലത്തെ ഏറ്റവും വലിയ ക്രെഡിറ്റ് എടുക്കുക, അല്ലെങ്കിൽ വല്ലവരുടെ അറിവ് എടുത്ത് മാഷപ്പ് ചെയ്തിട്ട് സക്സസ്ഫുൾ ആവുക. ചെയ്യുന്നത് അതിൽ തെറ്റില്ല കേട്ടോ, ഞാൻ തെറ്റുണ്ടെന്ന് പറഞ്ഞില്ല. എല്ലാ അറിവുകളും ഒറിജിനലും നല്ല, ബേസിക്കലി എല്ലാതും പലയിടത്തുനിന്നും എടുത്ത് കൂട്ടി വെച്ചിട്ടുള്ളതാണ്. ഒരു മിമിക്രിയാണ് ബേസിക്കലി, ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ് ബേസിക്കലി. എല്ലാ മനുഷ്യന്മാരും മിമിക്രി നന്നായിട്ട് അറിയാം, അത് ഞാൻ തെറ്റ് പറയാനില്ല. പക്ഷെ എന്തായാലും ശരി, ഒരു വലിയ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തു, അതിന്റെ പേരാണ് ഗ്രൂപ്പ് തിയറി. അതാണ് ഗ്രൂപ്പ് തിയറിയുടെ പിതാവ് എന്ന് പറയുന്നത്. ഈ മനുഷ്യന്റെ പേരാണ് എവറസ്റ്റ് കാലമായി. അപ്പൊ ആൾക്കാർ വിജയിക്കും ഈ ഒരു വ്യക്തി ആളുടെ കാലഘട്ടത്തില് ഒരു പൊട്ടനായിരുന്നു ഒന്നും വിജയിക്കണ്ടാവും. ബേസിക്കലി ആള് മരിച്ചിരുന്നെങ്കിൽ ആൾക്കാർ, പക്ഷെ അത് മരണത്തിന് ശേഷം ഇയാളെ കുറിച്ച് വായിച്ചിരുന്ന ആൾക്കാരൊക്കെ വിജയിച്ചിട്ടുണ്ടാവും. ആള് പറയുന്നത് സത്യമായിരുന്നു, ഒരാൾ വലിയ സംഭവം എന്നൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും, അറിയില്ല. ഈ കാലഘട്ടത്തിൽ ആലോചിച്ച് നോക്കി ഈ കഥയിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും. മീൻസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറിൽ ഉത്തരത്തണവരൊന്നും ബുദ്ധിമാനൊന്നുമില്ല. ബേസിക്കലി ഇങ്ങനത്തെ കുറെ വലിയ ലീപ്പുകളൊക്കെ വെച്ചിട്ട് ഉത്തരങ്ങളിൽ ഇൻഡ്യൂറ്റീവ് ആയിട്ട് ഉത്തരങ്ങൾ കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്. മാത്തമാറ്റീഷ്യന്മാർ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്തു, ആ ഇമേജിന് ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. വെരി നേച്ചർ ഓഫ് ക്വസ്റ്റ്യനിങ് ദി ഇമേജ്. പക്ഷേ അതാണ് സയന്റിഫിക് പ്രോസസ്. നമ്മുടെ തലച്ചോറിൽ ക്രിയേറ്റ് ചെയ്ത ഇമേജ്. നമ്മൾ കാര്യം മനസ്സിലാക്കണം, ഈ തലച്ചോറിനെ കുറിച്ച് ആർക്കും ഒന്നും വലിയ പിടിയൊന്നുമില്ല. അതിന്റെ ഫുൾ കോംപ്ലക്സിനെ കുറിച്ച് അങ്ങനെ ഒരാള് അതിനെ കുറിച്ച് മനസ്സിലാക്കിയത് തന്നെ അല്ലേ, അത് ഫ്രാഗ്മെന്റഡ് ആയിരിക്കും ആ ഇമേജ്. അവൻ ചോദ്യം ചോദിച്ചില്ലെങ്കിൽ അവന്റെ പഠനം നിന്നു. അവന് ഒരു ധാരണ കിട്ടും ബേസിക്കലി, എങ്ങനെയാണ് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്ന് മാത്രം ബേസിക്കലി. പക്ഷെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അതിന് ചോദ്യം ചെയ്യണം ബേസിക്കലി. എപ്പോഴും ഒരു സ്കെപ്റ്റിസിസം ഉണ്ടാവും അവിടെ. ഇവിടെ ഈ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നുമല്ല, ഒരു സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള ബിലീഫാണ് നടക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് സത്യം, ഇതാണ് അങ്ങനെയില്ല, ഇത് എന്റെ മോഡലാണ്, എന്റെ തലച്ചോറിൽ ഇപ്പൊ ഉണ്ട്, ഞാൻ എപ്പോഴാണെങ്കിലും ചോദ്യം ചെയ്യും ഈ മോഡലിനെ. ബേസിക്കലി എപ്പോഴാണെങ്കിലും ചോദ്യം ചെയ്യും ബേസിക്കലി, എനിക്ക് പുതിയ അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ. അങ്ങനെയാണ് ബേസിക്കലി. അങ്ങനെ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരും ആ ചോദ്യം ചെയ്യലിലും. ഇങ്ങനെ പതുക്കെ എല്ലാവരും ആ വഴിയിൽ എത്തണം നിർബന്ധമില്ല. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അറിവിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. മീൻസ് ഒരു കൺവെൻഷനൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡിലാണ് ഇവർ പറയണത്. ബേസിക്കലി നോൺ കൺവെൻഷനൽ ആയിട്ടുള്ള അറിവുകളും മീൻസ് എവറസ്റ്റ് കാലായി പോലത്തെ ആൾക്കാർ ചെയ്തത്. അപ്പൊ ആൾക്കാർ വിജയിക്കും, അവൻ പൊട്ടനായതുകൊണ്ടല്ല അവൻ രക്ഷപ്പെടാൻ, അങ്ങനെ ചിന്തിച്ച ആൾക്കാരുണ്ട്. പിന്നെ നീച്ച ജീവിച്ചിരിക്കുമ്പോൾ ആള് വലിയ ഫെയിലറായിരുന്നു
ആള് പോസ്റ്റ്മസ്, കാഫ്ക പോസ്റ്റ്മസ്. ഇവരൊക്കെ അവരുടെ കാലഘട്ടത്തിൽ പൊട്ടറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ മെറ്റമോർഫോസിസിൽ എഴുതിയേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആള് പൊട്ടറാന്നുള്ള രീതിയിലാണ് ബേസിക്കലി ആളെന്നെ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഒരു കാലഘട്ടത്തിന് ശേഷം അവരെ ബുദ്ധിമാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന് പെർസ്പെക്റ്റീവ് എലമെന്റ് ഉണ്ട് ഇന്റലിജൻസിന്. ഇന്റലിജൻസിന്റെ പെർസ്പെക്റ്റീവ് എലമെന്റ് നിങ്ങൾ ആലോചിക്കണില്ല. എപ്പോഴാണെങ്കിലും നിങ്ങളെ മാറ്റി മറിച്ച് ചിന്തിക്കുക. ഇവൻ പൊട്ടനാണ്, ഇവൻ ബുദ്ധിമാനാണ്, ഇവൻ പൊട്ടനാണ്, ഇവൻ ബുദ്ധിമാനാണ് നമ്മൾ പറയും. വാക്കല്ല, ആർക്ക് വേണമെങ്കിലും പറഞ്ഞോട്ടെ. അത് വെച്ച് നിങ്ങൾ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ്, നിങ്ങൾ എന്ന് പറഞ്ഞൊരു വ്യക്തി പൊട്ടനാണോ എനിക്കറിയാം, അത് നിങ്ങൾ തീരുമാനിക്കരുത്. നിങ്ങൾക്ക് പൊട്ടനാണെന്ന് വിചാരിക്കാം. എല്ലാവരും ബോധിപ്പിക്കണം നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടാകും. ആരും ബോധിപ്പിക്കാൻ നിങ്ങൾക്ക് നിർബന്ധമില്ല. നിങ്ങളുടെ വ്യക്തിപരമായ ഇഷ്ടമാണ് നിങ്ങൾ ആരെ ബോധിപ്പിക്കണം. മനസ്സിലായത്? അവരെ വിശ്വാസം അവർ കൊണ്ടു നടക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം കൊണ്ടു നടക്കും. മനസ്സിലായത്? ഒരു കാര്യം മനസ്സിലാക്കണം, എന്നോ അത് ഒരു കണ്ടെയ്നറിൽ ഇട്ട് പൂട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ചോദ്യങ്ങളില്ല അവിടെ. പിന്നെ ഇതാണ് ഇന്റലിജൻസ് എന്ന് പറയുന്നത് തന്നെ ശുദ്ധ തെറ്റാണ്. ശുദ്ധ മണ്ടത്തരങ്ങൾ. പണ്ടത്തെ ഞാൻ പറയുക, കൺഫൈൻസിക്ക് കൊണ്ടുവന്ന ചോദ്യങ്ങളില്ല അവിടെ. അപ്പൊ തന്നെ പഠനം അവസാനിച്ചു. മനസ്സിലായി? പിന്നെ പ്രയാസം തുടങ്ങും. ഇതിലേക്ക് കൊണ്ടില്ലല്ലോ, ഇതും കൊണ്ടില്ലേ. നമ്മുടെ പ്രകൃതിയിലെ എല്ലാ കോംപ്ലക്സിറ്റീസും അവന് ഒരു ചെറിയ ബോക്സിലേക്ക് ആക്കിയിട്ട് അവിടെ ഇങ്ങനെ കുറെ ആൾക്കാരുടെ അന്ധവിശ്വാസികളൊക്കെ കൂടിയിട്ട് അങ്ങനെ കൈവിട്ടു ഈ കാര്യം കണ്ടിട്ട്. ഇതാണ് ഇപ്പൊ നടക്കുന്നത് അന്ധവിശ്വാസം. സയന്റിഫിക് അന്ധവിശ്വാസമാണ് എന്റെ ഏറ്റവും വലിയ ഫേവറേറ്റ് അന്ധവിശ്വാസം. പക്ഷെ എന്തായാലും ശരി, നിങ്ങൾ ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കുക നിങ്ങളെടുത്ത്. ഈ ഗൂഗിൾ സ്റ്റേഡിയ എന്ന് പറഞ്ഞിട്ടൊരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് അല്ല, ഗെയിം പ്ലേ പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു, ക്ലൗഡ് ഗെയിമിംഗ് പ്ലാറ്റ്ഫോം. അപ്പൊ ഈ പ്ലാറ്റ്ഫോം പരാജയപ്പെട്ടു. സിമ്പിൾ. ഈ ഏജിനെക്കാട്ടും എത്ര എളുപ്പമാണ് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോം സക്സസ്ഫുൾ ആക്കാൻ. നിങ്ങൾ ആലോചിച്ചു 100th അത്രയും ഡിഫിക്കൽട്ടി ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ലേ ഏജിനെ കുറിച്ച്. കാരണം ഏജ് എന്ന് ഹ്യൂമൻ ബ്രെയിൻ മനസ്സിലാക്കണ പരിപാടിയാണ്. ഇപ്പൊ ഒരു പിടി കിട്ടിയ മീൻസ് അവിടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സോൾവ് ചെയ്യാനൊന്നും പറ്റില്ല. അന്ന് മാർക്കറ്റ് റെഡിനെസ് ഇല്ലാന്ന് അവർ പറഞ്ഞ അവരുടെ പ്രൊഡക്റ്റ് സ്വീകരിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, എക്സ്ബോക്സും പിന്നെ എൻവിഡിയ ഒക്കെ അപ്പോൾ വിജയിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് വിജയിക്കാൻ പറ്റിയിട്ടില്ല. മനസ്സിലായി? സാഹചര്യം അവർക്ക് അനുകൂലിച്ചിട്ടില്ല ആ കാല സമയത്ത് പല കാരണം കൊണ്ട്. പിന്നെ അവർക്ക് എക്സ്ക്ലൂസീവ് ഗെയിംസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇത്ര സിമ്പിൾ കാര്യങ്ങളാണ് ഈ ഏജിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ. ഏജ് എന്ന് പറഞ്ഞാൽ പുതിയ ഗെയിം ഉണ്ടാക്കും അവർ ഓൺ ദ സ്പോട്ട്. അങ്ങനത്തെ കാര്യങ്ങളാണ് അവർ പറയുന്നത് ഡിസ്ക്രിപ്ഷനിൽ. അതെ, മനസ്സിലായി? അവ ഏജ് അവർ വെറുതെ കെട്ടി അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് എനിക്കറിയാത്ത കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിളിന് ഫണ്ടിങ് കിട്ടണം, റിസർച്ച് ഫണ്ട് കിട്ടണം, ടാക്സ് പെയർ മണി. അതിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത്. അതിനെ പേര് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന സംശയമുണ്ട്. ശരി, ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ അടുത്ത്. സിമ്പിൾ കാര്യം, സിമ്പിൾസ്റ്റ് ഓഫ് ദ സിമ്പിൾ. എന്നിട്ടെന്ന് വെച്ചാൽ എത്ര ഉള്ളൂ ഇവർക്ക് ഈ ഗൂഗിൾ സ്റ്റേഡിയ എന്ന് പറഞ്ഞ സാധനം അത് വിജയിപ്പിക്കാൻ പറ്റിയിട്ടില്ല. മനസ്സിലായി? വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞു വെറും പ്യൂർലി സബ്സ്ക്രിപ്ഷൻ മോഡലായിരിക്കും, പിന്നെ ഗെയിം വാങ്ങണ്ടാന്ന്. അവരെന്താ ചെയ്യുന്നത്, സബ്സ്ക്രിപ്ഷൻ മോഡലാക്കി ഗെയിം വാങ്ങാൻ വേറെ കാശും വെച്ചു. അപ്പൊ ഞാൻ ആലോചിച്ചു ഇവരുടെ കോമ്പിറ്റൻസി. ആ കാലഘട്ടത്തിൽ വേറെ ഗെയിം ക്ലൗഡ് ഗെയിമിംഗ് സർവീസ് ഇല്ലാത്ത പോലെ കേട്ടോ. കുറെ സക്സസ്ഫുൾ ക്ലൗഡ് ഗെയിമിംഗ് സർവീസുകൾ ഉണ്ടായിരുന്നു ആ സമയത്ത്. അവര് വളർന്നുകൊണ്ടിരിക്കണ്ടായി. എന്നിട്ട് അവര് വളർന്ന് സക്സസ് ആയി. ഇവര് മാത്രം പൊളിഞ്ഞു അപ്പടെ അടച്ചു പൂട്ടി. ചിലവര് കാശ് തിരിച്ചു കൊടുക്കാത്തുണ്ട്, അവർക്ക് കാശ് തിരിച്ചു കൊടുത്തിട്ടില്ല. വെറും ഹൈപ്പ് ജനറേറ്റ് ചെയ്യുക. ഞങ്ങൾ ഏറ്റവും വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞ് വന്നത് കഥ പൊളിഞ്ഞു അപ്പടായി പോയി പൂട്ടി കമ്പനി. മനസ്സിലായി? പിന്നെ വേറൊരു കാര്യം ഉണ്ടായിരുന്നു, അവർ വിജയിച്ചു. ഇന്റർനെറ്റ് ആ സമയത്തില് ക്ലൗഡ് ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആവുന്നു. ബേസിക്കലി ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ഒക്കെ വരുന്നു. പറഞ്ഞ പോലെ ഒന്നും നടന്നില്ല. ആൾക്കാർ പിന്നെ കൂടുതൽ താല്പര്യം അവർക്ക് പണ്ടത്തെ ട്രഡീഷണൽ രീതിയിൽ PS5 കളിച്ച് കാസറ്റ് ഒക്കെ വാങ്ങിയില്ല, CD ഒക്കെ വാങ്ങിയിട്ട് കളിക്കുന്ന അവർക്ക് ഇഷ്ടം. ഇതെങ്ങനെ സോൾവ് ചെയ്യും അവര് ആ കൺസ്യൂമർ ഡിമാൻഡ്? അവർക്ക് പറ്റുന്ന കാര്യം നല്ലത്. ആൾക്കാരെ പോയിട്ട് തല്ലാൻ പറ്റും, അവിടെ പോയിട്ട് ഒന്നും പറ്റില്ല. ഇമ്പോസിബിൾ ആയിട്ടുള്ള കുറച്ച് ടാസ്കുകളാണ്. മീൻസ് നോട്ട് ഈവൻ പോസിബിൾ. അവരെ മാറ്റാൻ പറ്റില്ല. വെറുതെ പോയിട്ട് അതൊക്കെ ലീഗലായിട്ടുള്ള കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടി വരും. ഗൂഗിൾ വെറുതെ പരാജയപ്പെട്ട് മുന്നേറുന്നത് പോവാ തന്നെ. പിന്നെ അടുത്ത് ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞു. മീൻസ് ഞാൻ സോൾവ് ചെയ്തല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അടുത്ത് AGI. ഇതെങ്ങനെയായിട്ട് സോൾവ് ചെയ്യാൻ പോകുന്നത്? ഹൈപ്പ് മാത്രമാണ്. ബേസിക്കലി വെറുതെ കുറെ കൊണടിക്കുക, വലിയ രീതിയിൽ ഹൈപ്പ് ചെയ്യുക. ബേസിക്കലി ഹൈപ്പ് ജനറേറ്റ് ചെയ്ത് ആൾക്കാരെ വിഡ്ഢികളാക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ വിശ്വസിക്കണ കാരണം മാത്രമാണ് അവര് ഇങ്ങനെ പോണ്. അവർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അവർ സെർച്ച് ബിസിനസ്സാണ്, അതും അഡ്വർടൈസ്മെന്റ് ആണ് ബേസിക്കലി കൂടുതൽ നടക്കുന്നത്. അതിനാണ് അവർ കാശ് ഉണ്ടാക്കുന്നത്. ഒരു സെർച്ച് മാത്രമല്ല, അഡ്വർടൈസ്മെന്റ് മോഡലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ കാശ് ഉണ്ടാക്കുന്നത്. അതിന് വല്ല പണിയോ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു മതി. പക്ഷെ അവരിപ്പോ നിലനിൽക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും ഇല്ല. അതുകൊണ്ട് അവർ AGIക്ക് നീങ്ങണം എന്നാണ് പറയുന്നത്. എല്ലാവരും എന്തൊരു ഡെഫിനേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് പിന്നാലെ പോകണമെന്ന്. മൈക്രോസോഫ്റ്റ് പറയുന്നത് $100 billion AI മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ AGI ജനറേറ്റ് ചെയ്തു. അതിപ്പോ കുറെ കാലമാവും. മീൻസ് പെട്ടെന്ന് അത്ര ബുദ്ധിമുട്ടാണ് $100 billion ഉണ്ടാക്കണം. ഇനിയിപ്പോ അവയിൽ ചിലപ്പോ ആയുർവേദ മെഡിസിനോ അല്ലെങ്കിൽ വേറെ വല്ല ബിസിനസ് ഒക്കെ ഇല്ലേ, വല്ല സൂഡോ സയന്റിഫിക് ബിസിനസ് $100 billion അടിക്കും. ഇങ്ങനത്തെ വല്ല AI മോഡലൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് അവരുടെ ബിസിനസ്സിലേക്ക്, മാനുഫാക്ചറിങ്ങിലേക്കൊക്കെ.
അവരൊക്കെ 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 നല്ല കാശുണ്ടാക്കും. $5 ബില്യൺ ഇപ്പൊ അതാഞ്ചിലേക്ക് എന്ത് ചെയ്യണോ? പതിനഞ്ചിന് നല്ല പ്രൊഡക്റ്റുകളൊക്കെ ഇറക്കിണ്ടെന്ന് കൊണ്ടിട്ടാ. ചിലതൊക്കെ ഭയങ്കര ഒട്ട പ്രൊജക്റ്റിലെ മീൻസ് ഭയങ്കര മോശം പ്രൊഡക്റ്റുകൾ ഇറക്കുന്നുണ്ട് പതിനഞ്ച്. പക്ഷെ എന്തായാലും ശരി, ചിലപ്പോ ആർക്കറിയാം, ഇന്ത്യ വളർന്ന് പന്നിലിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 ട്രില്യൺ 20 ട്രില്യൺ വലിയൊരു മാർക്കറ്റ് ആയിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല. അതിലൊന്നും കോൺസിക്വൻസസ് ഒന്നുമില്ല. ബേസിക്കലി ചിലപ്പോ ആർക്കറിയാം ഒരു 5 ബില്യൺ 100 ബില്യൺ ഒക്കെ അടിച്ചു വരും. അപ്പൊ ഇന്ത്യ ചെറിയ മാർക്കറ്റോ, ഭയങ്കര ചെറുതല്ലേ. ഇന്ത്യ ഡെവലപ്ഡ് രാഷ്ട്രത്തിന്റെ ലെവലിലേക്ക് എത്തുമ്പോ വലിയൊരു മാർക്കറ്റായി മാറുന്നത്. അവ 100 അതൊരു ഐറോണിക്കൽ ട്വിസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായി? ഒരു ബോധമില്ലാത്ത മീൻസ് പ്ലാസ്റ്റിക് പ്രൊഡക്റ്റ് ഇല്ലേ $100 ബില്യൺ മാർക്കറ്റ് എ മോഡലൊക്കെ വെച്ചിട്ട് എത്തണമെങ്കിൽ അതും എന്ത് ഡെഫിനേഷൻ അത് ബേസിക്കലി കൂടുതൽ കാശ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എത്ര ആൾക്കാരുണ്ട് പോസ്റ്റ്മസ്ലി ആൾക്കാർ അവരുടെ കാലഘട്ടത്തില് പരാജയപ്പെട്ടു പോയത് പിന്നീട് സക്സസ്ഫുൾ ആയത്. മീൻസ് അവർ ഇന്റലിജൻസ് കാണാണ്ട് പോയത്. ഈ ഞാൻ പറഞ്ഞ കേരളയുടെ കാര്യം തന്നെ ആളുടെ കാലഘട്ടത്തിൽ ആൾ ഇൻകോംപ്രിഹെൻസിബിൾ എന്നാ പറഞ്ഞത്. മനസ്സിലായോ? എനിക്ക് ഏറ്റവും തമാശ എന്ന് വെച്ചാൽ ഈ ഗൂഗിളിന്റെ ഡീപ് മൈൻഡ് ഉണ്ട്, അതിന്റെ സിഇഒ ആണ്. ആളുടെ പോലത്തെ ഒരു പൂജല്ല ഒരു കള്ള ഞാൻ വേറെ കണ്ടിട്ടില്ല. അത് കള്ള വായുള്ള കള്ള പറയുള്ളൂ. അയാള് പ്രോട്ടീൻ സ്ട്രക്ചർ പ്രഡിക്ഷൻ പ്രോബ്ലത്തിനെ പ്രോട്ടീൻ ഫോൾഡിംഗ് പ്രോബ്ലം എന്ന് പറഞ്ഞ നടക്കും. ഞാൻ സോൾവ് ചെയ്തു പ്രോട്ടീൻ ഫോൾഡിംഗ് പ്രോബ്ലം. ഡീപ് മൈൻഡ് സോൾവ് ചെയ്തെന്ന് പറഞ്ഞ നടക്കുള്ളൂ. സത്യത്തിൽ ആള് പ്രോട്ടീൻ ഫോൾഡിംഗ് പ്രോബ്ലം നല്ല സോൾവ് ചെയ്തത്. പ്രോട്ടീൻ പ്രഡിക്ഷൻ സ്ട്രക്ചർ പ്രോബ്ലം സോൾവ് ചെയ്തത്. അതൊന്നും ആൾക്കാർക്ക് അറിയേണ്ട ആവശ്യമില്ല. ആൾക്കാർ ഈ പ്രോട്ടീൻ ഫോൾഡിംഗ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വായ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമായി, ഹാപ്പി. ഇത്ര ഹാപ്പിനെസ് കണ്ട അവരുള്ളു. അവര് അതോട് തീർന്നവരെ പഠനം. അവർ ചോദ്യങ്ങളൊന്നും ഇല്ലട്ടോ. പിന്നെ മനസ്സിലായി? അവര് ഫൈനൽ ഫോമില് ഫൈനൽ സ്ട്രക്ചർ കാണിച്ചു തരും ബേസിക്കലി. പിന്നെ ഞാൻ പറയട്ടെ, ആസിയത്തിന്റെ വീഡിയോയിൽ കണ്ടിട്ടില്ലേ ഓൺ ഓൾ ഓഫ് നേച്ചർ. എന്ത് നേച്ചർ ഒന്നും പറഞ്ഞിട്ടില്ല. അവരുടെ റെപ്പോസിറ്ററി ഉണ്ട്. ആ റെപ്പോസിറ്ററിയിൽ അവർക്ക് കുറച്ച് റെപ്പോസിറ്ററി ഉണ്ട്. റെപ്പോസിറ്ററിയിലുള്ള നിന്ന് കിട്ടിയ ഇതാണ് സ്ട്രക്ചറിന്റെ കാര്യം എന്ന് പറയണ ഇവര്. അതും എല്ലാം ഒന്നല്ല. നിങ്ങളൊന്ന് ഇന്റർനെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി, പഠിക്കുക, ചോദ്യം ചെയ്യും എല്ലാത്തിനും. മീൻസ് നിങ്ങളുടെ ഇമേജുകൾ മുഴുവനും നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യണം. ഇമേജുകളിൽ മുഴുവൻ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യണം. മനസ്സിലായോ? അല്ലെങ്കിൽ ശരിയാവില്ല. നിങ്ങള് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യും. ഞാൻ ഒന്നിനോടും അറ്റാച്ച്മെന്റ് ഇല്ല. എനിക്ക് ഒന്നിനോടും അറ്റാച്ച്മെന്റ് പറ്റില്ല. മനസ്സിലായോ? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാള് ഫുൾ മാർക്കറ്റിംഗ്. ഈ ഡെന്നിസ് ഹസബിസ് എന്ന് പറഞ്ഞൊരു കൊടുക്കുക. അയാൾ എല്ലായിടത്തും പോയിട്ട് ഇങ്ങനെ ഓരോ ഇല്ലാത്ത കഥകൾ പറയും. പ്രോട്ടീൻ സ്ട്രക്ചർ പ്രഡിക്ഷൻ പ്രോബ്ലം, പ്രോട്ടീൻ ഫോൾഡിംഗ് പ്രോബ്ലം എന്ന് പറയും. ചില സമയത്ത് പറഞ്ഞു. പിന്നെ ചില സമയത്ത് ആൾ പോളിമാത്താന്ന് പറയേണ്ട ആൾ പോളിമാത്ത് ആയിരിക്കും, എനിക്കറിയാം. പക്ഷെ മൾട്ടി ഡിസിപ്ലിൻ എന്ന് പറയാൻ പറ്റുള്ളൂ. പോളിമാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളെ കുറച്ചും കൂടി ഇൻസ്പെക്ഷൻസ് ഒക്കെ നടത്താം നമുക്ക്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആള് പോളിമാത്ത് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ലിയന ഡാമേജ് ഒക്കെ പറയണത്. ലിയന ഡാമേജ് പടം വരയ്ക്കാൻ പല കാര്യങ്ങളും ചെയ്യാറിയാം. പക്ഷെ എന്നാലും ആ കാലഘട്ടത്തിൽ പോളിമാത്ത് എളുപ്പമാണ്. ഈ കാലഘട്ടത്തില് അത്ര എളുപ്പമൊന്നല്ല. മനസ്സിലായോ? അയാള് ഒരു സ്പെസിഫിക് ലൈൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ആളെ എവിടെയാണ് സ്പെഷ്യലൈസ് ചെയ്ത് നോക്കി. പക്ഷെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ തള്ളണേന് ആർക്കും ഇപ്പൊ ഒരു കുറവില്ല. എല്ലാവരും തള്ളാണ്. ബോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ബോസ്റ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോസ്റ്റിങ്ങിന്റെ കാലഘട്ടമാണ് അത്. ബേസിക്കലി തള്ളാൻ പഠിക്കാൻ നന്നായിട്ട് തള്ളി വീഴ്ത്ത അതാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത. ആർക്കും ഒരു കുറവില്ല കേട്ടോ. തള്ളണേന് ഒരാൾക്കും കുറവില്ല. എല്ലാവരും ഇങ്ങനെ ഇരുന്നിങ്ങനെ തള്ളും. മീൻസ് അതാണ് മാർക്കറ്റിന് ആവശ്യം. അതാണല്ലോ നമ്മൾ കൊടുക്കേണ്ടത് മാർക്കറ്റ്. മനസ്സിലായ? അല്ലാണ്ട് ഇന്റലിജൻസിന്റെ ഡെഫിനേഷൻ ഒരു ഡിഫൈനബിൾ വാക്കാക്കി മാറ്റിയാൽ നമ്മൾ ഒരു ബയാസ് ജനറേറ്റ് ചെയ്യും. ആ ബയാസ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള ആൾട്ടർനേറ്റീവ് പെർസ്പെക്റ്റീവ്സ് ഒന്നും നമ്മൾ ഉൾക്കൊള്ളില്ല. അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും വിട്ടുപോകും. ഇന്റലിജൻസ് അതിനർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റലിജൻസ് എപ്പോഴും ഒരു അൺസർട്ടനിറ്റി കൂടി ആഡ് ചെയ്ത് വെക്കേണ്ടി വരും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും കൺഫൈൻ ചെയ്യാൻ പറ്റില്ല ഒരു സാധനം. കൺഫൈൻ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആശയം കൺഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ അന്ധമായി വിശ്വസിക്കാം. അന്ധവിശ്വാസമായി മാറും. നമ്മൾ ഒരിക്കലും അന്ധവിശ്വാസമില്ല. സയൻസിൽ എപ്പോഴും ഓപ്പണന്റ് ആയിരിക്കും. നമ്മൾ ഒരു ഇമേജ് ഇങ്ങനെ നിവർത്തി വെക്കും. നമുക്ക് അതിന് ഡിറ്റാച്ച്മെന്റ് ഉണ്ടാവും. പക്ഷെ നമ്മൾ ഒരിക്കലും അതിന് ഉൾക്കൊള്ളുന്ന വെച്ചാൽ നമ്മൾ നെഞ്ചത്ത് കയറ്റി വയ്ക്കില്ല. നമ്മളെപ്പോഴും അത് ഡിസ്റ്റൻസ് ചെയ്ത് തന്നെ വെക്കുള്ളൂ. പുതിയ അറിവ് വരുമ്പോൾ മാറും. ഇതൊക്കെ കാരണം കൊണ്ടാണ് ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് വരാൻ പറ്റാത്തത്. കാരണം വെച്ചാൽ നമ്മളുടെ ഉദ്ദേശം എന്തിട്ടാണ് ഇന്റലിജൻസ് സിസ്റ്റത്തിനോടാണ് ചോദ്യം. ആ സിസ്റ്റത്തിനെ കൊണ്ട് നമുക്കത് പോരാ എന്നാണ് നമ്മൾ ചിന്തിക്കുക. മനസ്സിലായോ? അല്ലാണ്ട് ഇങ്ങനത്തെ കുറെ അലവരാതി കാര്യങ്ങളല്ല. ഈ ജനറൽ ഇന്റലിജൻസ് ഒക്കെ കൊണ്ടുവരുന്നത് നിന്റെ അടുത്ത് നിന്ന് കാശ് അടിച്ചു മാറ്റി ടാക്സ് പെയർ കാശൊക്കെ അടിച്ചു മാറ്റി സുഖമായിട്ട് ജീവിക്കാൻ അവർക്ക്. അതിനുള്ള ബുദ്ധിയൊക്കെ വേണം വല്ലപ്പോഴൊക്കെ. മനസ്സിലായ? അത് ബുദ്ധിയല്ല, ബോധം എന്ന് പറയാം. ബോധം ഭയങ്കര കുറവാണ് ഈ കാലഘട്ടത്തിൽ. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ബോധം തന്നെ ഇല്ല ആൾക്കാർക്ക്. മനസ്സിലായ? പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നതേ ഉള്ളൂ. ഈ ഗൂഗിളിന് സ്റ്റേഡിയ പോലെ അടിപൊളിയാക്കാൻ പറ്റണില്ല. ഇനിയിപ്പോ പറയും ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് കൊണ്ടതിന് ശേഷം ഞാൻ സ്റ്റേഡിയം സെറ്റ് ആക്കാറ്. പിന്നെ നമ്മൾക്ക് എല്ലാം ഉണ്ടല്ലോ.
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട് പറഞ്ഞു കൊടുത്താൽ മതി സ്റ്റേജ് സെറ്റ് ആക്കി തരുമല്ലോ. അങ്ങനത്തെ കുറെ ഡയലോഗുകളൊക്കെ ആയിരിക്കും അടിക്കുക. അവിടുത്തെ ജനതയ്ക്ക് ആവശ്യമില്ലെങ്കിൽ ഇവിടെ ട്രഡീഷണൽ സാധനങ്ങൾ ആവശ്യം വെച്ചാൽ എന്നാലും എല്ലാ സെറ്റപ്പുകളും വെച്ചു ഭയങ്കര ഫാസ്റ്റ്, ലേറ്റൻസി കുറവ് ഒക്കെ ആണെന്ന് നോക്കി. എന്നാലും അവർക്ക് താല്പര്യം. അവർക്ക് പണ്ടത്തെ കാസറ്റ് വാങ്ങിയിട്ടിട്ട് കളിക്കുന്ന രസം അസുഖമാണ് അവർക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയില്ല കാര്യം. അത് എങ്ങനെ സോൾവ് ചെയ്യാം? അവർക്ക് ഇതുപോലെ സോൾവ് ചെയ്യാൻ പറ്റണില്ല. ഇത് 100th പ്രോബ്ലം ഉള്ളൂ. ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാൻ പോണത് മനസ്സിലായി? ഇനി ക്രിയേറ്റിവിറ്റി ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായി. ഒരാളുടെ ക്രിയേറ്റിവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിൻസെന്റ് വാൻ ഗോഗിന്റെ കാര്യം നോക്കി. വിൻസെന്റ് വാൻ ഗോഗിന് പ്രത്യേക സ്റ്റൈലുണ്ട് വർക്കിന്. അത് അയാളെ സംബന്ധിച്ച് ഒരു പ്രത്യേക സ്റ്റൈലാണ്. നമ്മൾ ഇതുവരെ കാണാത്ത ഒരാളാണെങ്കിൽ, വിൻസെന്റ് വാൻ ഗോഗ് എന്ന് പറഞ്ഞാൽ ഇതുവരെ കാണാത്ത ആളാണെങ്കിൽ നമ്മൾ ജയിക്കും. ആൾക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ട്. എന്ത് ക്രിയേറ്റിവിറ്റി? നമ്മൾ 10-20 ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ആളുടെ ശൈലി. മനസ്സിലായി? പടം വരയ്ക്കുന്ന ശൈലി മനസ്സിലാവും. അതിന് വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. മനസ്സിലായി? അത് ഞാൻ പറയാം. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റീവ് ആണ് വരെ. ഫണ്ടമെന്റൽ ലെവലിൽ സബ്ജക്റ്റീവ് ഇതാണ് ക്രിയേറ്റീവ്. എനിക്കിത് ക്രിയേറ്റീവാണ്, അടുത്തും ക്രിയേറ്റീവ് ആണെന്ന് ഞാൻ പറയും. എൻ്റെ കണ്ണനുസരിച്ച് ഞാൻ പറയില്ലേ. ഇന്റലിജൻസും ആ കാര്യം തന്നെ. ഓരോ വ്യക്തികൾക്ക് പല ഇന്റലിജൻസ് ഉണ്ട്. മനസ്സിലായി? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റലിജൻസ് എപ്പോഴാണ് ഇന്റലിജൻസ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ തുടങ്ങിയ അപ്പോൾ അവസാനിക്കും ഇന്റലിജൻസ്. പറഞ്ഞ മനസ്സിലായി? എപ്പോൾ നിങ്ങൾ ഇന്റലിജൻസ് ഡിഫൈൻ ചെയ്ത് അപ്പോൾ ഇന്റലിജൻസ് അവസാനിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠനം അവസാനിപ്പിച്ചു. കാരണം ബാക്കി പല കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാത്തത് പഠനം അവസാനിപ്പിക്കുന്നു. നിങ്ങൾ അത് വെച്ച് ലോകം വീണ്ടും കാണും. ആ സാധനം വെച്ചിട്ട് എല്ലായിടത്തും കൊണ്ട് വയ്ക്കും. അപ്പൊ പ്രശ്നത്തിലേക്ക് വിടും. കാരണം സൂയിസൈഡൽ കാര്യങ്ങളാണ് ഇതൊക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക, ആൾക്കാർ ഈ ബിസിനസ്സുകാര് ബിഗ് ടെക് പ്രോഫിറ്റിനാണ് വേണ്ടി ഓടുന്നത്, നിങ്ങളെ നന്നാക്കാനല്ല. നിങ്ങളെ നന്നാക്കാന്ന് പറഞ്ഞാൽ അവർക്ക് വല്ല ബെനിഫിറ്റ് കിട്ടുമോ? ഇപ്പൊ നല്ല ഗുണങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രസ്റ്റീജ് കിട്ടും. പ്രസ്റ്റീജ് കിട്ടിക്കഴിഞ്ഞാൽ വേറെ രീതിയിൽ കാശ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. മീൻസ് പ്രസ്റ്റീജ് കൊണ്ട് ക്രെഡിറ്റ് കൊണ്ട് വലിയ ഉപകാരമുണ്ട്. നമ്മൾ കേൾക്കുന്ന പോലെ ഇപ്പൊ നമ്മള് നല്ല രീതിയിൽ ക്രെഡിബിലിറ്റി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് വേറെ രീതിയിലൊക്കെ ഗുണങ്ങളുണ്ട്. നമ്മൾ വിശ്വസിക്കും, പല കാര്യങ്ങളും ചെയ്യാം ക്രെഡിബിലിറ്റി ഉണ്ടെങ്കിൽ. വെറും കാശിന്റെ ബന്ധം മാത്രമല്ല, ക്രെഡിബിലിറ്റി വേറെ ലെവലാണ്. ഇപ്പൊ നമ്മൾ ചെയ്യണ കുറെ കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോ ഓപ്പൺ സോഴ്സ് കാര്യത്തിനൊക്കെ ഫണ്ടിങ് കൊടുക്കുക, അങ്ങനെയൊക്കെ ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഫണ്ടിങ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അതുപോലത്തെ കുറെ കാര്യങ്ങളൊക്കെ അതിന് ഫണ്ടിങ് കൊടുക്കുക, ഫ്രീ ആയിട്ട് കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുണങ്ങളുണ്ട്. നമ്മുടെ ക്രെഡിബിലിറ്റി കൂടും. 10 ആൾ അറിയും നമ്മളൊരു നല്ല ആളാണ്. അപ്പൊ നമുക്ക് വേറെ കണക്ഷൻസ് ഒക്കെ കിട്ടും, ഇൻഫ്ലുവൻസ് ഒക്കെ കിട്ടും. അതൊക്കെ കാരണം കൊണ്ട് അവർ കുറെ ഗുണങ്ങൾ ചെയ്യണ്ടാവും. പക്ഷെ നമ്മുടെ അടിസ്ഥാനം മനസ്സിലാവും, പ്രോഫിറ്റ് സീക്കിംഗ് മെഷീനാണ് ഈ ഗൂഗിളൊക്കെ. അവര് നിങ്ങളുടെ ഇന്റലിജൻസിന് വേണ്ടിയിട്ടല്ല നിൽക്കുന്നത്. അവർക്ക് AGI എന്ന് പറഞ്ഞ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സാധനം കിട്ടിയിട്ട് അവർക്ക് സ്റ്റേജ് സെറ്റ് ആക്കണം. അതാണ് കാര്യം. മീൻസ് അതും 100 കഷ്ടപ്പെട്ടിട്ട് ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത്. അത്രയും ബോധമില്ല ആൾക്കാരുടെ. ഷോർട്ട് ടേം മെമ്മറി വളരെ കുറവാണ്, ഭയങ്കര കുറവാണ് ഷോർട്ട് ടേം മെമ്മറി. മനസ്സിലായി? അത് കാരണം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഈ ആൾക്കാരിൽ ഗൂഗിള് AGI കണ്ടെത്തുന്നില്ല. നിങ്ങളുടെ ഒരു വിശ്വാസം ഉണ്ട്, ഒരു ഡെഫിനേഷൻ പ്രകാരം ഇങ്ങനത്തെ ഒരു സിസ്റ്റമാണ്, അതിനെ AGI നമ്മൾ വിളിക്കുന്നു. അതാണ് അവിടെ സംഭവിക്കുന്നത്. അല്ലാണ്ട് ജനറൽ എന്നൊക്കെ പറഞ്ഞാൽ ആർക്കറിയാം? ചില സ്പെഷ്യലൈസ്ഡ് ആണ്. ജനറൽ ആർക്കൊന്നും അറിയില്ല. ഇതിനൊക്കെ വെറും അർത്ഥങ്ങൾ കൊടുക്കല്ലേ. നമ്മൾ എന്നിട്ട് കൺവെൻഷൻ ഉണ്ടാക്കുന്നതിന് മുകളിൽ ഈ കൺവെൻഷനിൽ നമ്മൾ വിശ്വസിക്കും. എന്നിട്ട് കൺവെൻഷനിൽ ഒതുങ്ങാത്ത ആൾക്കാരെ നമ്മൾ ചവിട്ടി പുറത്താക്കും. ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ വന്ന തുടക്കം പറഞ്ഞത് മീൻസ് സമൂഹത്തിൽ. എന്നിട്ടാണ് കുറെ ആൾക്കാരൊക്കെ പോയിട്ട് അത്ഭുതകരമായിട്ട് അങ്ങനെ രക്ഷപ്പെട്ടു പോകുമ്പോ, മീൻസ് അവരുടെ രക്ഷപ്പെടേണ്ട പാരാമീറ്റർ കടന്നു പോകുമ്പോ അവര് അയ്യോ ഇതെങ്ങനെയാണ്, ഞാൻ ഇൻഫീരിയർ ആണ് എന്നൊക്കെ പറഞ്ഞ് നടക്കും. ബുദ്ധിയില്ല എന്നൊക്കെ വിജയിച്ചു. കാരണം നമ്മളുണ്ടാക്കിയ കൺവെൻഷനിൽ അവൻ അറിയാണ്ട് കയറിപ്പോയി മോളിക്ക്. നമ്മൾ ഉദ്ദേശിച്ച പോലെ ആയിരുന്നില്ല കൺവെൻഷൻ. അതിന്റെ കോംപ്ലക്സിറ്റീസ് മുന്നേ നമുക്ക് മനസ്സിലായില്ലേ. മീൻസ് പ്രകൃതിയുടെ കോംപ്ലക്സിറ്റീസ് നമുക്ക് അറിയില്ല. മീൻസ് മനുഷ്യന്റെ കോംപ്ലക്സിറ്റീസ് ഒക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചു പോയി എന്ന് പറയുന്നത് മിസ്കൺസെപ്ഷൻ കാരണം. മനസ്സിലായി? നമ്മളൊരു ലൈനിൽ ഒതുക്കാൻ തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റിലേക്ക് മാറ്റിയപ്പോൾ അപ്പൊ അവര് രക്ഷപ്പെട്ടു. നമുക്ക് അയ്യോ എനിക്ക് പറ്റില്ല, എനിക്ക് അറിവില്ല, ബുദ്ധിയില്ലാത്ത കാരണം കൊണ്ടാന്നൊക്കെ നമ്മൾ പറഞ്ഞു തുടങ്ങി. അത് അവരെന്താ ചെയ്യുക? ഹാൻഡിക്യാപ്പ് എടുക്കും. ഏതെങ്കിലും ഒരു വ്യക്തി മോളിക്ക് കയറി പോയാൽ ഒരു ഹാൻഡിക്യാപ്പ് എടുക്കും. നമ്മളുടെ സൊസൈറ്റിയിൽ ഫണ്ടമെന്റൽ ബയാസുകളുണ്ട്, സൊസൈറ്റി ബയാസുകൾ. ആ ബയാസുകൾ കാരണം കൊണ്ട് ഈസിലി നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിപ്പം മോളിക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മീൻസ് നമുക്ക് ആ ബയാസുകൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ടില്ല, ഹൈജാക്ക് ചെയ്തിട്ട് അവരുടെ മനസ്സൊക്കെ ഹൈജാക്ക് ചെയ്തിട്ട് നമ്മുടെ കയ്യിലേക്ക് എത്തിക്കാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ബയാസിൽ വിശ്വസിക്കുന്നു. അത് കാരണം അല്ലാണ്ട് ബയാസ് മിസ്കൺസെപ്ഷൻ, അവർ തെറ്റിദ്ധാരണകളിൽ വിശ്വസിക്കുന്നുണ്ട്. അതിനവർക്ക് മോചനം നേടണമെങ്കിൽ അവർ ഫസ്റ്റ് മനസ്സിലാക്കണം അതൊക്കെ തെറ്റിദ്ധാരണകളാണ്, അങ്ങനെയൊന്നും ഇല്ലാന്ന്. മനസ്സിലായി? മുമ്പ് ഞങ്ങൾക്ക് വാലയുടെ എക്സാമ്പിൾ പറഞ്ഞു. നീച്ച ഉണ്ട്, കാഫ്കി ഉണ്ട്. ഇവരൊക്കെ മരിച്ചതിന് ശേഷം സക്സസ്ഫുൾ ആയ ആൾക്കാരാണ്. ഇതൊന്നും ബില്യനേഴ്സിന് അറിയില്ല കേട്ടോ. ബില്യനേഴ്സ് അറിയാം, ചിലവർക്കൊക്കെ അറിയാം. എന്നിട്ട് വരെ അവരിങ്ങനെ പറഞ്ഞു നടക്കുന്നു. അങ്ങനെയൊന്നും ഇല്ലേ. കാശിന്റെ അടിസ്ഥാനത്തിലാണ്. ചിലവർ കാശ് നോൺ കമേഴ്ഷ്യൽ എന്ന് പറഞ്ഞിട്ട് നടക്കുന്നവരുണ്ട്. ആർക്കറിയും നോൺ കമേഴ്ഷ്യൽ ആണോ അല്ലേന്ന്. ചില കാശിന്റെ അടിസ്ഥാനമാണല്ലോ നമുക്കറിയാം. എനിക്കറിയില്ല ഒരു കാശിന്റെ അടിസ്ഥാനമാണോ നോൺ കമേഴ്ഷ്യൽ ആണോ. വെറുതെ ഓരോന്നും ടൈപ്പും പറഞ്ഞു നടക്കും ചെയ്യുന്ന
മനസ്സിലായി. മൈക്രോസോഫ്റ്റിന്റെ ലെവലെത്തുമ്പോൾ അടിപൊളിയാവും. മൈക്രോസോഫ്റ്റ് $100 ബില്യൺ. ചിലപ്പോൾ വല്ല പ്ലാസ്റ്റിക്കോ സാധനമൊക്കെ $100 ബില്യൺ എത്താൻ ചാൻസ് ഉണ്ട്. ആൾക്കാർ എന്ത് വിശ്വസിക്കും? കൂടുതൽ വിശ്വസിക്കുന്ന സയൻസ് പുസ്തകങ്ങളല്ല കേട്ടോ, ഈ എന്റർടൈൻമെന്റ് സാധനങ്ങളൊക്കെയാണ് അവർക്ക് ഇഷ്ടം. അതായത് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ മുകളിലെത്താൻ ചാൻസ്. മീൻസ് വ്യൂവർഷിപ്പിൽ സയൻസ് ഒക്കെ എത്ര 1 മില്യൺ കോപ്പി യൂട്യൂബ് ഉണ്ടോ മാക്സിമം പോപ്പുലർ സയൻസ്. കാര്യമുള്ള സയൻസ് ആണെങ്കിൽ വല്ല 100K അടിച്ച് പോകും. വല്ലാണ്ട് കാര്യമാണെങ്കിൽ ഞാൻ 2-3 രൂപ വായിക്കും. മനസ്സിലായി. വല്ല റയർ കമ്പനികളൊക്കെ പോയിട്ട് വാങ്ങണ പുസ്തകങ്ങളാണ് ലക്ഷങ്ങൾക്ക് ഡിമാൻഡ് കൂടിയ കാരണം കോപ്പി 10 ഉണ്ടാവുള്ളൂ. അതൊക്കെ വാങ്ങണ ആൾക്കാരുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ദിവസം പണ്ട് പോയിട്ടായിരുന്നു മുംബൈയില് ഞാനല്ല, മീൻസ് എനിക്കറിയാനൊരു മുംബൈയില് ആള് റയർ പുസ്തകം, അവരുടെ അപ്പൂപ്പനുണ്ട്. ആ അപ്പൂപ്പന്റെ കയ്യിൽ കുറെ റയർ പുസ്തകങ്ങളുണ്ട്. മീൻസ് ഫ്ലേവറും ഫ്രാഗ്രൻസിനെ കുറിച്ച് 10 പുസ്തകങ്ങളുള്ളൂ. മീൻസ് അത് വാങ്ങണതൊക്കെ വലിയ ഈ കമ്പനികളാണ്. മറ്റേ ഫേമസ് കമ്പനിയില്ലേ, ഫ്രഞ്ച് കമ്പനി ഉണ്ട് ഫേമസ്, എല്ലാവരും ഉപയോഗിക്കുന്ന ഫ്രഞ്ച് കമ്പനിയില്ലേ, അതൊക്കെ ഈ സാധനം വാങ്ങാണ്. മീൻസ് ഈ പുസ്തകം വാങ്ങാണ്ട്. ആ റെക്കോർഡിലാകെ 100 കമ്പനിയുള്ളൂ. ആ കമ്പനിയിൽ ഒന്നാണ് ഈ ഡൂഡും. എനിക്കറിയാം ഡൂഡും പോയി വാങ്ങിണ്ടായി. 2 ലക്ഷം 3 ലക്ഷം രൂപ കൊടുത്തു. ചിലർക്ക് അതാണ് താല്പര്യം. മനസ്സിലായി. പിന്നെ അവർ പറഞ്ഞു നമ്മൾ ടെക്നോളജി പരമായിട്ട് മുന്നേറ്റം. ടെക്നോളജി പരമായിട്ട് എന്ത് മുന്നേറ്റം നമ്മൾ പറയുന്നത്? ചില ഫീൽഡിലൊക്കെ ചത്തിറക്കുക, ചില ഫീൽഡിലാർക്കും പഠിക്കാൻ താല്പര്യം കൂടിയില്ല. ഈ ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൺമുന്നിൽ കാണുന്ന കുറച്ച് ഹൈഫൈ സാധനങ്ങളാണ്. ഈ കമ്പ്യൂട്ടർ ടെക്നോളജി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമ്മൾ മുന്നേറി എന്ന് പറയുന്നത്. പിന്നെ അതും ആൾക്കാർക്ക് അറിയില്ല എത്ര മുന്നേറിയെന്ന്. പെട്ടെന്ന് കാണാൻ പറ്റുന്ന സാധനങ്ങളില്ലേ, അതിനായിരിക്കും മിക്കവാറും അവര് പറയണത് നമ്മുടെ ടെക്നോളജി പരമായി മുന്നേറി എന്ന് പറയാം. ഓ, മാജിക് കാണിക്കാനുള്ള കുറച്ചും കൂടി കൂടുതൽ നല്ല കളർഫുൾ ആയിട്ടുള്ള തീം ടെക്നോളജി പരമായി മുന്നേറി എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് നമ്മൾ മുന്നേറി എന്ന് പറഞ്ഞാൽ നമുക്ക് ടാൻജിബിൾ ആയിട്ടുള്ള എഫക്റ്റ് കിട്ടണം പെട്ടെന്ന്. സത്യം പറഞ്ഞാൽ ഇൻടാൻജിബിൾ ആയിട്ട് മീൻസ് കുറെ ഫീൽഡുകളൊന്നും വലിയ മെച്ചൊന്നുമില്ല, ചത്തിറക്കുക കുറക്കെ. മനസ്സിലായി. അതാണ് പ്രശ്നം. ആൾക്കാർക്ക് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യണം. പക്ഷെ ആ ഇമേജ് എത്ര സത്യം ആൾക്കാർ ചിന്തിക്കില്ല. അങ്ങനെ സത്യം ഉണ്ടോ, ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാ. അതായത് നമ്മളുടെ പ്രത്യേക ഒരു ഇതാണ്, പോസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു ഫ്രെയിമാണ് ബേസിക്കലി. പോസിറ്റീവായിട്ടുള്ള കാഴ്ചപ്പാട് ഉണ്ടാക്കുന്ന ഫ്രെയിം ഉണ്ട് ബേസിക്കലി. നമുക്ക് പോസിറ്റിവിറ്റി കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെയാണ് ലോകം ഇത് ഭംഗിയാണ്, ലോകം കുറച്ചുകൂടി മെച്ചപ്പെട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. ലോകം മെച്ചപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നത്. ലോകം മെച്ചപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ കഴിഞ്ഞ 6 വർഷം പക്ഷെ എല്ലാ ഫീൽഡും അടിപൊളിയായിട്ട് നീന്ന് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ നല്ല സ്പീഡ് റാപ്പില്ല. അതൊക്കെ വെറുതെ പറയുന്നത്. കുറെ ഫീൽഡൊക്കെ ചത്തിറക്കുക ബേസിക്കലി. പക്ഷേ മീൻസ് ആണ് കുറെ ഫീൽഡ് ചത്തിറക്കുന്നത്. ആൾക്കാർക്ക് അറിയും വേണ്ട. ആൾക്കാർക്ക് എന്താ അറിയേണ്ടത് അത് അവർ അറിയും ബേസിക്കലി. അവർക്ക് വിശ്വസിക്കേണ്ടത് അവർ വിശ്വസിച്ചോളൂ. അതെനിക്ക് ഈ വീഡിയോ പറയുന്നത്. നിങ്ങൾ വെറുതെ പോയിട്ട് ഓരോ പൊട്ടത്തരത്തിലൊക്കെ പോയി വിശ്വസിക്കില്ല. ഈ ഗൂഗിളും മൈക്രോസോഫ്റ്റ് ഒക്കെ ഇല്ല, അവർക്ക് പലതും പറയും വിറ്റ് പോകാൻ. പല ഇംഗ്ലീഷ് ഉപയോഗിക്കും, പല ജാർഗൊന്നും ഉപയോഗിക്കും. നിന്നെ പറ്റിക്കാൻ ടെക്സ്റ്റ് ബുക്കിലൊക്കെ എഴുതി വയ്ക്കും കുറച്ച് ആൾക്കാർ നീ മനസ്സിലാവാണ്ടിരിക്കാൻ, നിന്നെ പൊട്ടനാക്കാൻ, നിന്നെ ഫൂളിഷ് ആക്കാൻ വേണ്ടിയിട്ട് ബേസിക്കലി. ഞങ്ങളൊരു ബുദ്ധിമാനാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കട്ടികൂടിയ വാക്കുകൾ ചേർത്ത് പറയും. അതുള്ള കാര്യം. ശരി, അതാണ് ഈ വീഡിയോ എനിക്ക് പറയാനുള്ളത്. അടുത്ത വീഡിയോ വരുന്നവരെ.